ഭൂമിയിൽ നിന്നും 2 മൈൽ ഉയരത്തിൽ, അതായത് ഏകദേശം 10,000 അടി മുകളിൽ നിന്ന് വിമാനം തകർന്ന് താഴേക്ക് വീണ ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? പാരച്യൂട്ട് പോലും ഇല്ലാതെ കത്തുന്ന ഒരു വിമാനത്തിൽ നിന്ന് ആമസോൺ കാടുകളിലേക്ക് പതിച്ചിട്ടും മരണത്തെ തോൽപ്പിച്ച ഒരു 17 വയസ്സുകാരിയുടെ കഥയാണിത്. ജൂലിയൻ കോപ്കെ എന്ന പെൺകുട്ടിയുടെ അവിശ്വസനീയമായ പോരാട്ട വീര്യത്തിന്റെ കഥ. 1971 ക്രിസ്മസ് തലേന്നായിരുന്നു ആ സംഭവം. പെറുവിലെ ലിമയിൽ നിന്നും പിതാവിനടുത്തേക്ക് ലാൻസ ഫ്ലൈറ്റ് 508 യാത്ര ചെയ്യുകയായിരുന്നു ജൂലിയനും അമ്മയും. പെട്ടെന്നാണ് വിമാനം ഒരു കടുത്ത ഇടിമിന്നലിൽ അകപ്പെട്ടത്. വിമാനത്തിന്റെ ചിറകിന് തീപിടിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ വിമാനം ആകാശത്ത് വെച്ച് തകർന്നു. തന്റെ സീറ്റിൽ ബെൽറ്റ് ഇട്ടിരിക്കുകയായിരുന്ന ജൂലിയൻ വിമാനത്തിൽ നിന്ന് വേർപെട്ട് താഴേക്ക് പതിച്ചു. ആമസോൺ മഴക്കാടുകളിലെ മരക്കൂട്ടങ്ങൾക്കിടയിലേക്കായിരുന്നു ആ വീഴ്ച. കണ്ണു തുറക്കുമ്പോൾ താൻ തനിച്ച് ആമസോൺ കാടിനുള്ളിലാണെന്ന് ജൂലിയൻ തിരിച്ചറിഞ്ഞു. കോളർ ബോൺ തകർന്നിരുന്നു. ശരീരമാകെ മുറിവുകൾ. കയ്യിലുണ്ടായിരുന്നത് ഒരു ചെറിയ പാക്കറ്റ് മിഠായി മാത്രം. മറ്റാരും ജീവനോടെ ഇല്ലെന്ന് മനസ്സിലാക്കിയ അവൾ തളർന്നിരുന്നില്ല. മൃഗശാസ്ത്രജ്ഞരായ മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങൾ അവൾക്ക് തുണയായി. കാട്ടിലെ ഒരു ചെറിയ അരുവി കണ്ടെത്തിയ അവൾ അതിലൂടെ താഴേക്ക് നടന്നു. മുറിവുകളിൽ ഈച്ചകൾ മുട്ടയിട്ട് പുഴുക്കൾ അരിച്ചു തുടങ്ങിയിട്ടും കൊടും തണുപ്പിനെയും വിശപ്പിനെയും അതിജീവിച്ചവൾ മുന്നോട്ട് പോയി. 10ാം ദിവസം അവൾ കാടിനുള്ളിൽ ഒരു ചെറിയ തോണി കണ്ടെത്തി. അവിടെ ഉണ്ടായിരുന്ന മണ്ണെണ്ണ ഉപയോഗിച്ച് തന്റെ മുറിവുകൾ അവൾ വൃത്തിയാക്കി. അടുത്ത ദിവസം അവിടെ എത്തിയ തടിവെട്ടുകാരാണ് ആ പെൺകുട്ടിയെ കണ്ടെത്തിയത്. 92 യാത്രക്കാരിൽ ജീവനോടെ തിരിച്ചു വന്ന ഏക വ്യക്തി ജൂലിയൻ മാത്രമായിരുന്നു. ലോകത്തെ ഞെട്ടിച്ച ആ അതിജീവനത്തിന് ശേഷം അവൾ ഒരു മികച്ച സുവോളജിസ്റ്റായി മാറി. നമ്മുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മരണം പോലും തോറ്റുപോകുമെന്ന് ജൂലിയൻ തെളിയിച്ചു.